നമസ്കാരം. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഒരു നിമിഷം വരെ ഇപ്പോൾ ന്യൂസ് ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നതും പലവരുടെ സ്റ്റോറി ആയിട്ട് ഇട്ടിരിക്കുന്നതും ഒരു വ്യക്തിനെ കുറിച്ചാണ്. ഇൻഫ്ലുവൻസറായ നമ്മുടെ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് താരമായ അത്യാവശ്യം ഫോളോവേഴ്സുള്ള ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണത്തിനോടനുബന്ധിച്ച് അതിൻ്റെ പുറകിൽ നടക്കുന്ന ദുരൂഹതകളും ഇതെല്ലാം കൊണ്ടും ഇപ്പം നിലവിലൊരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിൻ്റെ മരണം. സൈബർ ബുള്ളിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മരണ കാരണം എന്ന് തന്നെയാണ് മാതാപിതാക്കളും പോലീസ് വൃത്തങ്ങളും എല്ലാം പറയുന്നത്. കുട്ടിനെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക, പോരാത്തതിന് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരു ആൺസുഹൃത്തുമായിട്ട് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പേരും പറഞ്ഞ് ഒരു സൈബർ ബുള്ളിംഗ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപകീർത്തികരമായിട്ടും കമൻറ്റിലൂടെയും സ്റ്റോറിയിലൂടെയും അങ്ങനെ അപകീർത്തികരമായിട്ടെല്ലാം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു നിഗമനമുള്ളത്. പക്ഷെ വീട്ടുകാർ പറയുന്നുണ്ട് ഇത് അങ്ങനെയല്ല, ഇതിന്റെ പുറകിൽ ഈ പറഞ്ഞ ആൺസുഹൃത്തിന്റെ ഒരു സാന്നിധ്യം കൂടിയുണ്ട്, പുള്ളി അവനാണ് ഇതിന്റെ മെയിൻ കാരണക്കാരെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ നിലവിൽ വരുന്നുണ്ട്. പറയാനുള്ളത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിപ്പോൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു സ്റ്റോറി ഇടും, ഒരു സിനിമയിൽ പറഞ്ഞ പോലെ. അപ്പോൾ പിന്നെ അതിനുശേഷം എന്ത് ചെയ്ത്, അതിനുശേഷം ആൾക്കാർ വിട്ടു കഴിഞ്ഞു, അടുത്തൊരു ഇൻസിഡന്റ് വന്ന് വീണ്ടും ഒരു സ്റ്റോറി ഇട്ടും. ഈ ഒരു സ്റ്റോറി ഇടുന്നതിനേക്കാട്ടും നല്ലത്, കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം ഒരു പബ്ലിക് ഫിഗർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം കളയുന്നതിന് പകരം എന്തോ കുട്ടിക്ക് അങ്ങനെ തോന്നി, ആ ഒരു ജീവിതം തന്നെ അവസാനിപ്പിച്ചു. അതിന്റെ പുറകില് എനിക്ക് തോന്നുന്നു, കാരണം ഇത്രയും വീഡിയോസ്, ഇത്രയും മില്യൺ വ്യൂസ്, ലക്ഷക്കണക്കിന് വ്യൂസ് ആൾക്കാരൊക്കെ കാണുന്ന ഒരു പ്രൊഫൈൽ പറഞ്ഞ പെൺകുട്ടിയുടേത്, അതിൽ നെഗറ്റീവ് പോസിറ്റീവ് വരെ വരാം കമന്റുകളെല്ലാം. അങ്ങനെ വന്നിട്ട് ഈ കുട്ടി മരിക്കാനുള്ളൊരു കാരണം അതെന്തോ അറിയില്ല. അതൊക്കെ കേസ് അന്വേഷണത്തിന്റെ ഭാഗത്ത് ഇനിയിപ്പോൾ പുറകില് ഇനിയിപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ആൺസുഹൃത്തിനെ ഇപ്പോൾ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ ആ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് അറിയാം. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഇതിങ്ങനെയല്ല അങ്ങനെ കുറെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് അയച്ചതിൻ്റെയൊക്കെ ഇത് സീക്രട്ട് ഏജന്റ് വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈബർ ബുള്ളിങ് ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അത് എത്ര തന്നെ സ്റ്റാറ്റസ് ഇട്ടാലും, എത്ര തന്നെ അതിനൊരു അവയർനെസ് ഉണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നില്ല, ഇത് നടന്നുകൊണ്ടേയിരിക്കും. റിപ്പീറ്റേഷൻ. അപ്പോൾ നമ്മളിതിനെ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. ഈ പറയുന്ന സൈബർ ബുള്ളിങ് നടക്കുന്ന ആൾക്കാർ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. ഇവർ 4 ചുമരിന്റെ ഉള്ളിൽ വെറും ഒരു മൊബൈലിൽ കൂടെ നിൽക്കുന്നവരെ, അങ്ങനെയുള്ളൊരു കുടുംബം പോലും നോക്കാൻ പറ്റുന്ന ടീമുകളായിരിക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ഓരോരോ കമന്റുകളും ഇതേപോലെയുള്ള ചേഷ്ടകളെല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാതെ നമ്മുടെ ലൈഫിനെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഞാനിപ്പോൾ അതിൽ അങ്ങനെ വിശ്വസിക്കണമില്ല. കാരണം ഈ പെൺകുട്ടി അങ്ങനെ സൈബർ ബുള്ളിങ്ങിലൂടെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് അത്രയും ഒരു ഇതില്ല. കാരണം ലക്ഷക്കണക്കിന് വ്യൂസ്, അതിനനുസരിച്ചുള്ള കമന്റ്സും ഇഷ്ടം പോലെ വരുന്ന ആ ഒരു ചാനൽ, ഒരു വീഡിയോന്റെ താഴെ വരുന്നതിൽ നെഗറ്റീവും പോസിറ്റീവും ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലാം നമ്മൾ പോസിറ്റീവ് മാത്രം കിട്ടണമെന്നും പറഞ്ഞിട്ടൊന്നും നിലവിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്റെ ന്യൂസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ 18 വയസ്സുകാരിയായ തിരുവനന്തപുരം തെക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് അന്ത്യം സ്ഥിരീകരിച്ചത്. +2 പഠനം കഴിഞ്ഞ് ഡിഗ്രി പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പെൺകുട്ടി കൂടിയാണ് ആദിത്യ. നിരവധി വീഡിയോസുകൾ ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ വീട്ടുകാരും അതേപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം കുറച്ചു നാൾക്ക് മുമ്പ് ഇത് അവസാനിച്ചിരുന്നു. ഇത് അവസാനിച്ചതിനെതിരെ ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് സുഹൃത്തുക്കളും വീട്ടുകാരും പറയുന്നത്. ഇതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. എന്തായാലും പൂജപ്പുര പോലീസ് നിലവിൽ വീട്ടുകാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്, സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ സൈബർ ആക്രമണത്തെ കുറിച്ച് വീട്ടുകാർ ഇതുവരേക്കും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പരാതി നൽകുന്ന പക്ഷം അതിനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ഒരു പരാതി പയ്യന്റെ മേലെയാണ്. പയ്യനാണ് ഇതിന്റെ എല്ലാം
ഒരു ഉത്തരവാദി എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ പയ്യന്റെ മേലെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ നമുക്ക് അതിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിന്റെ എന്നുള്ളത്. എന്ത് ചെയ്യാം, അത് ഓരോ, കാരണം റിയൽ ഈസ് നോട്ട് റിയൽ എന്നുള്ള ലെവൽ ഈ പറയുന്ന കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവരും ഇതെല്ലാം ആലോചിക്കണം. കാരണം നമ്മൾ റീലിൽ കാണുന്ന ആ ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡ് വീഡിയോയിൽ അതേപോലെ ആയിരിക്കില്ല അവരുടെ ലൈഫ് എന്നുള്ളത്. അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവും, ബ്രേക്കപ്പ്, അത് ഇതെല്ലാം നിലവിലുണ്ടാവാം. അതെല്ലാം നമ്മൾ അവന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളത് വിട്ടുകളയണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കമന്റ് ഇടുന്നവരും ഇതേപോലെയുള്ള ചേഷ്ടകൾ കാണിക്കുന്നവരൊന്നും ഒറിജിനൽ അക്കൗണ്ട് അല്ല എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലുകാർ അതിനനുസരിച്ചുള്ള നിയമ നടപടി സ്വീകരിക്കുന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെ ഒരു സംശയം നമ്മൾ ഈ ഉടലെടുക്കുന്ന സമയത്ത് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള അന്വേഷണം പറഞ്ഞു. കാരണം സൈബർ ബുള്ളിങ് കൊണ്ട് ഒരാൾ ഇങ്ങനെ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു സോഷ്യൽ, അത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്, മൊത്തത്തിലുള്ള ഇൻഫ്ലുവൻസിനെ ബാധിക്കുന്നതാണ്. കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ വെറും ഒരു ആപ്ലിക്കേഷനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മൊത്തം തീർന്നു. ഇതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതേപോലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. പിന്നെ ഈ ഇനിയുള്ള ഇൻഫ്ലുവൻസിന്റെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ നമ്മളെ സഞ്ജു ടെക്കിന്റെ വിഷയമൊക്കെ കണ്ടു, ബ്രേക്കപ്പ്, അത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ പറയുന്നു അവർക്ക് മറുപടി ആയിട്ട് ഇങ്ങോട്ട് പറയണമെന്നുള്ളത്. മാക്സിമം പേഴ്സണൽ ലൈഫ് ഈ റീലായിട്ട് കൊണ്ടുവന്നിട്ട് റീച്ച് ഉണ്ടാക്കുന്ന പരിപാടി അത് അവസാനിപ്പിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ ചിത്രീകരിക്കാനും ഈ പറഞ്ഞ അതേ സോഷ്യൽ മീഡിയ, റീച്ച് ഉണ്ടാക്കി തന്ന അതേ സോഷ്യൽ മീഡിയനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് എന്ത് തന്നെ റിലേഷൻ, എന്ത് തന്നെ ബ്രേക്ക്, എല്ലാം ആയെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അത്രേ ഉള്ളൂ. ഈ 30 സെക്കൻഡ് റീൽസ് കാണുന്നവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്ന അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഇതെന്താണോ അത് ചെയ്തിട്ട് പോവുക എന്നുള്ളത് തന്നെയല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം നമ്മളൊരാളിനെ നമ്മളൊരു ഇതിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇതാളെ എന്റെ ലവറിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവൻ ആ സമയത്ത് ഉറപ്പുണ്ടാവും ഇത് എന്റെ ജീവിതകാലം മൊത്തം ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരു സമയത്ത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് അതോടെ വിടാതെ ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്ന് ക്യാമറ മുന്നിൽ കരഞ്ഞ് ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് വേറെ രീതി എന്ന് വെച്ചാൽ ഈ കൂടെ നിൽക്കുന്ന ആളിനെ വരെ തെറി പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൊഫൈലിലൊക്കെ പോയി തെറി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ ഈ ബെരുത്തന ഫാൻസ്, ഒരു തലയ്ക്ക് ബോധമില്ലാത്ത കുറെ ടീമുകളുണ്ട്. ഫേക്കും ഒറിജിനലും അല്ലാത്തവരും എല്ലാവരും ഈ ഒരു അവസരം മുതലാക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഞാൻ പറയാനുള്ളൂ. അതുകൊണ്ട് ദയവേത് ഇങ്ങനെയുള്ള ഈ ഇൻട്രൊഡ്യൂസിങ് പരിപാടി എല്ലാം അവസാനിപ്പിക്കുക നല്ലത്. കാരണം വീട്ടുകാർ പറയുന്നത് ഇത് സൈബർ ബുള്ളിങ്ങിന്റെ അല്ല. ആ പയ്യൻ ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷം പയ്യന്റെ ഒരു കറുത്ത കൈകളതിന്റെ പുറകിലുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നല്ലൊരു പ്രഷർ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇത് ആത്മഹത്യയിലോട്ട് തള്ളിയോടേണ്ട തരത്തിലുള്ള എന്തോ ഒരു വലിയൊരു പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് അറിയാം. പോലീസിന്റെ നിഗമനം വീട്ടുകാരുടെ എല്ലാം ഉള്ളത്. അതെല്ലാം വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കേസിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഞാനിപ്പോഴും പറഞ്ഞു, ആ പയ്യൻ എന്ന് പറഞ്ഞ ഒരാള് ഇപ്പോഴും ആരോപിതനാണ്. പുള്ളിന്റെ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം ആരോപിതനാണ്. അപ്പൊ ആരോപിതനായിട്ട് കാണുക എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജാതകം വരെ പുറത്തിടുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കരുത് എന്നും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ അടുത്ത് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് തന്നെ ആയാലും നമ്മളത് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. കാരണം ഒരു അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആക്കി നമ്മളത് ഓപ്പൺ ആക്കി പബ്ലിക് ആക്കിയിട്ട് വെക്കുമ്പോൾ നമ്മൾ പബ്ലിക് ഫിഗർ ആയി. അപ്പോൾ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്താലും നമുക്കത് പബ്ലിക്കിന്റെ അടുത്തോട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. പബ്ലിക് പറയും, പബ്ലിക്കിന് 2 ഒപ്പീനിയൻ ഉണ്ടാവും, ചിലപ്പോൾ പലതരത്തിലുള്ളതുണ്ടാവും. ഇതിൽ ജാതി മതം ഇതെല്ലാം പെടും അതിനകത്ത്. ഇതെല്ലാം നമ്മൾ ഇതിങ്ങനെയാണ് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു സാധനമാണ് ഈ കമന്റ് ബോക്സിൽ വരുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കണം. അതിലിപ്പോൾ തെറി പറയലുണ്ടാവും, എല്ലാം ഉണ്ടാവും നിലവിൽ. അതെല്ലാം നമ്മൾ അതിൻ്റെതായ സ്പിരിറ്റിലെടുക്കുക. കാരണം ഇത് വെറും ഒരു അപ്ലിക്കേഷനാണ്. ഈ ടിക്ടോക്ക് പോലെ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് ചോദിക്കാൻ പോകുന്ന അപ്ലിക്കേഷനാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള അതിൻ്റെതായ വില കണ്ടിട്ട് കുടുംബം ആണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അല്ലാതെ ഇൻസ്റ്റാഗ്രാം അല്ല വലുത് എന്നുള്ളത്. അത് ആലോചിച്ചാൽ നല്ലത്. പിന്നെ പറഞ്ഞിട്ടല്ലേ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നത്. അപ്പോൾ ഇനി ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയണമെങ്കിൽ ഇനിയിപ്പോ ഇതിന്റെ അപ്ഡേറ്റുകൾ വരണം. എന്തായാലും ഇനിയെങ്കിലും ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്തിനാണ് നമ്മളിങ്ങനെ വെറും ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ ഇട്ട് ആ പേര് പോലും അറിയാത്ത ഒരാളുടെ അടുത്ത് ആളിടുന്ന ഓരോരോ കമന്റുകൾക്ക് നമ്മൾ വിഷമിച്ചിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നു? അതുകൊണ്ട് ഇനിയുള്ളവരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിനൊക്കെ അതിനനുസരിച്ചുള്ള സ്പിരിറ്റിന്റെ അടുത്ത് ഇഗ്നോർ ചെയ്ത് കളയാം.